വയനാട്ടിലെ കലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. കല്ലൂർ സ്വദേശി രാജുവാണ് കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. സുർജിത്ത് അയ്യപ്പത്തുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. സുർജിത്ത് പറയൂ. ാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. കല്ലൂരിൽ വെച്ചാണ് ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട യുവാവിന് നേരെ ആക്രമണം ഉണ്ടായത്, ആനയുടെ ആക്രമണം ഉണ്ടായത്. രാജു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മാറോട് കോളനി സ്വദേശിയാണ്. ചികിത്സ ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയത്. അവിടെ നിന്ന് നേരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ ഇന്ന് മരിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ദേശീയപാതയിൽ നടന്നതാണ്. ദേശീയപാത ഉപരോധിച്ചുകൊണ്ടായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ഈ രാജുവിനെ കാട്ടാന ആക്രമണിച്ച് പരിക്കേൽപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധത്തിന് രൂപം കൊണ്ടത്. ഒരു മാസം മുമ്പ് കല്ലൂർ മാലക്കാപ്പിൽ ഗോത്ര യുവാവിനെ കാട്ടാന ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. 2 മാസമായി കല്ലൂർ, കല്ലുമുക്ക്, മാറോട് പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. ഇതിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായത്. ഇതിനുശേഷം ചില ഉറപ്പുകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്നു. വൈൽഡ് ലൈഫ് വാർഡൻ നേരിട്ടെത്തി ഈ രാജുവിന്റെ ചികിത്സാ ചെലവ് പൂർണ്ണമായും വഹിക്കുമെന്ന് ഉറപ്പ് നൽകി. അതോടൊപ്പം തന്നെ ഈ സർവകക്ഷി നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നിരുന്നത്. എന്തായാലും ഈ പ്രദേശങ്ങളിൽ, ആന ഇറങ്ങുന്ന പ്രദേശങ്ങളിൽ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താൻ നടപടി സ്വീകരിക്കുമെന്നുള്ള ഉറപ്പും ഇവർ നൽകിയിരുന്നു. എന്തായാലും ഇതിനിടയിലാണ് ഈ രാജുവിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ പ്രാദേശികമായി ആളുകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള അമർഷം പ്രാദേശികമായ ആളുകൾക്കുണ്ട്. കാരണം നിരന്തരം കാട്ടാനകൾ ഈ മാറോട്, അതോടൊപ്പം തന്നെ ഈ നൂൽപ്പുഴ ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇറങ്ങുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് വഴിമാറുന്ന രീതിയിലാണ് കാര്യങ്ങൾ മാറുന്നത്. എന്തായാലും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുമെന്ന ഉറപ്പ് നൽകിയിരുന്നതാണ്. എന്തായാലും മൃതദേഹം നാളെയാണ് എത്തിക്കുക എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാവുന്നത്. ഗോപി. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.